വെൽക്കം ടു എൻസൈൻ ന്യൂസ് ഫീഡ്. കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാനപ്പെട്ട പത്രവാർത്തകളിലേക്ക് നമുക്ക് പോകാം. കശ്മീർ സാഫ്രോൺ നൗ ഹാസ് GI സർട്ടിഫിക്കറ്റ്. ഈ വാർത്ത വന്നത് ദ ഹിന്ദു 26/7/2020. ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ അഥവാ ഭൂപ്രദേശ സൂചിക മുദ്രണം. ഒരു വസ്തുവിൻ്റെ ഉൽപാദനത്തിനുള്ള അവകാശം അതത് പ്രദേശത്തെ ജനങ്ങൾക്ക് ഉറപ്പാക്കുന്ന രീതിയാണ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഇസ് എ പാർട്ട് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. വാട്ട് ആർ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് അഥവാ ഭൗതിക സ്വത്തവകാശം? ദീസ് ആർ റൈറ്റ്സ് ഓവർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. This can be rights over design, creativity, ideas, or even procedures. It prevents unauthorized use by a third party. അതായത് ഈ വസ്തുവിന്മേൽ അവകാശമുള്ള ഒരു വ്യക്തിക്കല്ലാതെ മറ്റൊരു വ്യക്തിക്ക് ഈ വസ്തു ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയില്ല. It is governed by Geographic Indication of Goods, Registration and Protection Act of 1999. It is issued by the Geographic Indication Registry that is located at Chennai. കശ്മീർ സാഫ്രോണിന് GI സർട്ടിഫിക്കറ്റ് കിട്ടിയതാണ് വാർത്ത. അതായത് ഇനി കശ്മീരിലെ ജനവിഭാഗത്തിന് മാത്രമേ ഇത്തരത്തിലുള്ള വസ്തു ഉൽപ്പാദിപ്പിക്കാനുള്ള അവകാശമുള്ളൂ. കേരളത്തിൽ GI ടാഗ് കിട്ടിയ ഉൽപ്പന്നങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് ആറന്മുള കണ്ണാടി, പൊക്കാളി അരി, പാലക്കാടൻ മട്ടയരി, വാഴക്കുളം കൈതച്ചക്ക എന്നിവ. ഉപഭോക്താവാണ് ഇനി രാജാവ്. ഈ വാർത്ത വന്നത് മാതൃഭൂമി 27/7/2020. മേൽപ്പറഞ്ഞ വാർത്ത കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അഥവാ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെ പറ്റിയാണ്. ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 2019 is an amendment to the older Act of 1986. This act was notified on 9/9/2019 and came into effect on 27/2020. ഇനി എന്തൊക്കെയാണ് ഈ നിയമത്തിന്റെ ഹൈലൈറ്റ്സ് നമുക്ക് നോക്കാം. ഇൻക്ലൂഷൻ ഓഫ് ഇ-കൊമേഴ്സ് സെക്ടർ, അതായത് ടെലിമാർക്കറ്റിംഗ്, ഓൺലൈൻ ഷോപ്പിംഗ് തുടങ്ങിയ നൂതനമായിട്ടുള്ള മാർക്കറ്റിംഗ് രീതികളൊക്കെ ഈ നിയമത്തിന്റെ പരിധിയിൽ വന്നു. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി ആസ് എ റെഗുലേറ്റർ, അതായത് ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബോഡി തന്നെ രൂപീകരിച്ചു. പ്രൊഡക്റ്റ് ലയബിലിറ്റി ഫോർ ദ മാനുഫാക്ചറർ, അതായത് ഒരു വസ്തുവിൽ ഒരു മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് എന്തെങ്കിലും കണ്ടെത്തി കഴിഞ്ഞാൽ ആ ശ്രേണിയിലുള്ള വസ്തുക്കളെല്ലാം തന്നെ പിൻവലിക്കാൻ കമ്പനികൾ നിർബന്ധിതരാകും. സിംപ്ലിഫൈഡ് ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം. മുമ്പൊക്കെ കമ്പനി എവിടെയാണ് രജിസ്റ്റർ ചെയ്തിരുന്നത് അവിടെയുള്ള കോടതിയിൽ പരാതി കൊടുക്കണമായിരുന്നു. ഈ പുതിയ നിയമപ്രകാരം ഉപഭോക്താവ് എവിടെയാണുള്ളത് അവിടെ തന്നെ പരാതി കൊടുക്കാൻ സാധിക്കുന്നതാണ്. ആൻഡ് ഫൈനലി ഓൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ. തർക്കപരിഹാരത്തിനായിട്ട് കോടതികളെ സമീപിക്കുന്നതിന് പകരം മീഡിയേഷൻ അഥവാ മധ്യസ്ഥം എന്ന പുതിയ സംവിധാനവും നിലവിലുന്നതാണ്. അറ്റ് 2967 ടൈഗേഴ്സ്, ഇന്ത്യസ് കപ്പാസിറ്റി അറ്റ് പീക്ക്. ഈ വാർത്ത വന്നത് ദ ഹിന്ദു 29/7/2020. മേൽപ്പറഞ്ഞ വാർത്ത 2019 നടന്ന ടൈഗർ സെൻസസിനെ പറ്റിയാണ്. 26/7/2020 ഇത് സംബന്ധിച്ച ഡോക്യുമെന്റ് ഗവൺമെന്റ് പുറത്തിറക്കിയത്. അറ്റ് 2967 ഇന്ത്യ കൺസിസ്റ്റ് ഓഫ് 70% ഓഫ് ദ വേൾഡ്സ് ടൈഗേഴ്സ്. 2014 നടത്തിയ സെൻസസ് ഈ നമ്പർ 2226 മധ്യപ്രദേശ് ഹാസ് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് ടൈഗേഴ്സ് അറ്റ് 526. കേരള ഹാസ് 190 ടൈഗേഴ്സ്. ഇന്ത്യയിൽ കടുവ സംരക്ഷണത്തിന് തുടക്കം കുറിച്ചത് 1973 ആരംഭിച്ച പ്രൊജക്ട് ടൈഗറിലൂടെയാണ്. Currently there are 50 tiger reserves in India formed under the Wildlife Protection Act of 1972 and these are administered by the NTCA. NTCA stands for National Tiger Conservation Authority. For the current census, the M Stripes geotagging app was used by the National Tiger Conservation Authority. Tiger, otherwise known as the Bengal tiger, is an endangered species according to the IUCN. IUCN stands for International Union for Conservation of Nature. ഇനി റഫാൽ കരുത്ത്. ഈ വാർത്ത വന്നത് മലയാള മനോരമ 30/7/2020. Rafale is a medium multi-role combat aircraft. It is built by the Dassault Aviation of France. ഇന്ത്യൻ എയർഫോഴ്സിൽ നിലവിലുള്ള ഫൈറ്റർ ജെറ്റുകളിൽ
പ്രധാനപ്പെട്ടതാണ് റഷ്യൻ നിർമ്മിതമായ സുഖോയ്, മിഗ്, ഫ്രഞ്ച് നിർമ്മിതമായ മിറാഷ്, തദ്ദേശീയമായി ഉൽപ്പാദിപ്പിച്ച തേജസ് എന്നിവ. അതിലേക്കുള്ള ഒരു അഡീഷനാണ് ഫ്രഞ്ച് നിർമ്മിതമായ റഫേൽ. Now let's see the important features of the Rafale jet. It consists of the Meteor, Mica and Scalp missiles. Meteor is a air-to-air long-range missile. Mica is a missile defense system, while Scalp is a cruise missile air-to-surface. It also consists of advanced radars and sensors like the Lightning port from Israel. The 5 jets that arrived will be inducted into the Golden Arrows Squadron at Ambala. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അംഗീകാരം. ഈ വാർത്ത വന്നത് മാതൃഭൂമി 30/7/2020. ദേശീയ വിദ്യാഭ്യാസ നയം അഥവാ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. The NEP 2020 was framed by a committee under Dr. K. Kasturirangan and it replaces the current 1986 policy. ഇന്ത്യയിൽ നിലവിലുള്ള വിദ്യാഭ്യാസ വ്യവസ്ഥയിൽ സമഗ്രമായ മാറ്റം ഉദ്ദേശിച്ചുള്ളതാണ് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം. പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. The 10+2 scheme to be replaced by the 5+3+3+4 scheme. പുതിയ വിദ്യാഭ്യാസ നയപ്രകാരം 4 ഘട്ടങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. The stage 1 foundational 3 to 8 years. The stage 2 preparatory 8 to 11 years. The stage 3 middle 11 to 14 years. And the stage 4 secondary 14 to 18 years. അതായത് നിലവിലുള്ള പ്രീ സ്കൂളും 1-2 ക്ലാസ്സുകളെ യോജിപ്പിച്ച് ഫൗണ്ടേഷണൽ സ്റ്റേജും 3 മുതൽ 5 വരെ ക്ലാസ്സുകളെ യോജിപ്പിച്ച് പ്രിപ്പറേറ്ററി സ്റ്റേജും 6 മുതൽ 8 വരെ ക്ലാസ്സുകളെ യോജിപ്പിച്ച് മിഡിൽ സ്റ്റേജും 9 മുതൽ 12 വരെ ക്ലാസ്സുകളെ യോജിപ്പിച്ച് സെക്കൻഡറി സ്റ്റേജുമാണ് പുതിയ വിദ്യാഭ്യാസ നയപ്രകാരം ഉദ്ദേശിക്കുന്നത്. മദർ ടങ് ടിൽ ക്ലാസ് 5. 5ാം ക്ലാസ് വരെ മാതൃഭാഷയിൽ തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് പുതിയ നയം ഉദ്ദേശിക്കുന്നത്. ഇത് പ്രിഫറബിളി 8ാം ക്ലാസ് വരെ കൊണ്ടുപോകാനും ഒരു നിർദ്ദേശം ഈ നയത്തിൽ വയ്ക്കുന്നുണ്ട്. GER അഥവാ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ. It is the ratio of the population corresponding to the similar age group that is enrolled in education institutions in India. The government aims to have 100% GR in school education by 2030. It also aims to achieve 50% GR in higher education, that is college education, by 2035. The policy proposes undergraduate degree with multiple entry and exit options. The candidate can exit from a course and rejoin after taking a break. It proposes an academic credit bank where the candidates can store his credits and utilize once he pursues a degree after a break. The Higher Education Commission of India would replace the UGC, the AICTE and NCTE as a single regulator, which means except the lower education and medical education sector, there will be one regulator for all the other sectors. The policy also proposes to increase the expenditure on education to 6% of the GDP. This figure is currently only 3% of the GDP. ചൊവ്വയിലെ ജീവൻ തേടി പെർസിവിയറൻസ് പുറപ്പെട്ടു. ഈ വാർത്ത വന്നത് മാതൃഭൂമി 31/7/2020. Perseverance rover. It was launched by NASA in the Atlas V rocket from Cape Canaveral, Florida. It aims to search for traces of past life in Mars. It also tests for human missions to Mars in future. It also consists of a mini helicopter named Ingenuity on board to test powered flight on Mars. This is the third Mars mission in July 2020 after China's Tianwen-1 and UAE's Emirates Mars mission.